नशहद हदाना मकसद खुदा अल्लाहुम्मा सल्लि अला रसूलिना. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളിൻ. ഉദിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയിലുള്ളിലുറച്ചോളിൻ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളിൻ. ഉദിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയിലുള്ളിലുറച്ചോളിൻ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളിൻ. ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഴി തെറ്റുന്ന മക്കളും ഗതിമുട്ടുന്ന മാതാപിതാക്കളും. വളരെ പ്രധാനപ്പെട്ട വിഷയവും സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുമായ ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം ശരിക്കും ഉൾക്കൊണ്ട് ഇരിക്കുന്നവരെല്ലാവരും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക, സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് ആവശ്യമാണ് എന്ന നിയ്യത്തോടുകൂടി ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നു എന്ന ബഹുമാനത്തോടുകൂടി തന്നെ നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله الحمد لله الذي خلق الإنسان في أحسن تقويم وخصه من بين العالمين بالتكريم وكمله بالعقل والتفكير وجمله بالنطق والتكليم والصلاة والسلام على أشرف الخلق سيدنا محمد سيد البشر وعلى آله الطيبين الطاهرين وعلى أصحابه الفائزين بصحبة سيد المرسلين. أما بعد، فقد قال الله سبحانه وتعالى في كتابه المحكم العزيز: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه
أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. صدق الله مولانا العلي العظيم. قال حبيبنا ومحبوبنا وعاشقنا محمد صلى الله عليه وسلم: رضا الله في رضا الوالدين وسخط الله في سخط الوالدين. صدق سيدنا محمد رسول الله صلى الله عليه وسلم. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمام مولاي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലെ സൗഭാഗ്യ നക്ഷത്രങ്ങളായ സാദാത്തുക്കളെ, ദീനി വിജ്ഞാനത്തിന്റെ പ്രദീപ്ത ഗോപുരങ്ങളായ അഭിവന്യ പണ്ഡിതന്മാരെ, സമാദരണീയരായ ഉമറാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മപങ്ങന്മാരെ, പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ ഇസ്ലാമിന്റെ അഭിമാനാഭിവാദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ കേൾക്കുന്ന ഇതര മത ആദർശ വിശ്വാസികൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ 1000 ധന്യാഭിവാദ്യങ്ങൾ സമങ്ങളും സമർപ്പിക്കട്ടെ. ആദ്യമായി വിനീതൻ ഒരു കാര്യം ഉണർത്തിക്കൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ ഉള്ളവൻ. ഒരു പണ്ഡിതനോ ഒരു പ്രഗത്ഭനായ വാഗ്മിയോ അല്ല. ആയതിനാൽ എന്റെ പ്രഭാഷണത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടണമെന്നും എന്നെയും എന്റെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ബന്ധുജനങ്ങൾ, സഹപാഠികൾ, സഹോദരങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ എന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുവാനും അവന് തൃപ്തിപ്പെട്ട മജ്‌ലിസാകുവാനും വേണ്ടി ആദ്യമായി നമുക്ക് ഈ സദസ്സിനെ നാഥനിലേക്ക് സമർപ്പിക്കാം. എല്ലാം അവനെ തവക്കുലാക്കി തുടങ്ങാം. അവനെ തവക്കുലാക്കുന്ന ഒരു കാര്യത്തിലും അവൻ നമ്മെ ഖായിബാക്കി മടക്കില്ലല്ലോ. നാം അവന്റെ അടിമകളാണെന്ന ബോധവും അവൻ
നമ്മുടെ ഉടമസ്ഥനാണെന്ന ചിന്തയും നമുക്കുണ്ടാകണം. ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധമായ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വഴി തെറ്റുന്ന മക്കളും ഗതി മുട്ടുന്ന മാതാപിതാക്കളും എന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണല്ലോ നാം ചർച്ചക്കെടുത്തിട്ടുള്ളത്. ആയതിനാൽ ഞാൻ ഈ സദസ്സിന് മുന്നിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കും. എന്റെ ഈ വിഷയം നല്ല നിലയിൽ അവതരിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു മുമ്പായി നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. മദീനയുടെ മരുപ്പറമ്പിൽ മാലോകരുടെ മനതലങ്ങളിൽ വിശ്വമാനവികതയുടെ മഹിത പാഠങ്ങൾ മനപ്പാടമാക്കി കൊടുത്ത മദീനയുടെ വസന്തമേ, പ്രപഞ്ചത്തിന്റെ സുഗന്ധമേ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയിറങ്ങുന്ന മദീന മുനവ്വറയിലേക്ക് നമുക്കൊത്തൊരുമിച്ചൊരു 3 സ്വലാത്ത് ചൊല്ലാം. ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ അത് ഏറ്റു ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ സദസ്സിൽ നിന്ന് ഉമ്മമാർ മരിച്ചുപോയവർ ഒന്ന് കൈയുയർത്തുമോ? താഴ്ത്തിയിടുക. ഉപ്പമാർ 6 അടി മണ്ണിലായി പോയവർ ഒന്ന് കൈയുയർത്തുക. താഴ്ത്തിയിടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളുടെ വിളക്കുമാടങ്ങളായിരുന്ന പൊന്നുമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ ജനാസകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നേക്കുമായി നിങ്ങളോട് യാത്ര ചോദിക്കാതെ യാത്രയായ ശേഷം ഉമ്മയില്ലാത്ത വീടിന്റെ അല്ലെങ്കിൽ ഉപ്പയില്ലാത്ത വീടിന്റെ ദയനീയത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ബോധ്യപ്പെട്ടിട്ടില്ലേ സഹോദരങ്ങളെ? അതെ, ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരില്ലാത്തതിന്റെ വേദന ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്നാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളോട് മാത്രമായി എനിക്ക് ചിലത് പറയാനുണ്ട്. അതിന് നിങ്ങളുടെ സജീവ സാന്നിധ്യം ഈ സദസ്സ് പിരിയുന്നത് വരെ ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൊന്നുമ്മയ്ക്കും പൊന്നുപ്പയ്ക്കും വേണ്ടി ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി ദുആ ചെയ്യും. അതിനുശേഷമേ നിങ്ങളെല്ലാവരും പിരിയാൻ പാടുള്ളൂ എന്നും അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാ ഗുരു ശിഷ്യ ബന്ധങ്ങൾ തകർന്നടിഞ്ഞ് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്.
മാതാവിന്റെ മഹത്വവും പിതാവിന്റെ പവിത്രതയും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പറ്റം യുവാക്കളെ വാർത്തെടുക്കുന്ന സമൂഹത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മതങ്ങളും മാതാവിന്റെ മഹത്വവും പിതാവിന്റെ പവിത്രതയും വിളിച്ചോതുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഖദീമായ കലാമായ പരിശുദ്ധ ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ ഒരു മതവും ഒരു ഗ്രന്ഥവും ഒരു ദർശനവും മാതാപിതാക്കളുടെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വഴിതെറ്റുന്ന മക്കളും ഗതിമുട്ടുന്ന മാതാപിതാക്കളും എന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണല്ലോ നാം ചർച്ചക്കെടുത്തിട്ടുള്ളത്. ആയതിനാൽ ഞാൻ ഈ സദസ്സിന് മുന്നിൽ ആദ്യമായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. I am asking only one question. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. പ്രപഞ്ചനാഥന്റെ വിളിക്കുത്തരം ചെയ്ത് ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിടിയിലമർന്ന് മരണമാകുന്ന വാതിലിലൂടെ അറ്റമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന അവസ്ഥ ഈ രാത്രിയിൽ നിങ്ങൾക്ക് സംജാതമായാൽ നിങ്ങളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതാനും മറ്റൊരാളെ ഏൽപ്പിക്കാതെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാനും പ്രാപ്തരായ മക്കളാണല്ലോ എന്റെ മക്കൾ എന്ന് ചിന്തിച്ച് മനസ്സമാധാനപ്പെടാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കൾ എന്റെ മുന്നിലുണ്ട്. രക്ഷിതാക്കളെ, തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന നിലയിൽ തന്റെ പൊന്നോമന പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ താരാട്ടി പാലൂട്ടി തേനൂട്ടി വളർത്തിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ട നിലയിൽ തെരുവോരങ്ങളിൽ കൈനീട്ടി നടക്കുന്ന നിരാലംബരായ മാതാപിതാക്കൾ സമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ ഒരു ബർഡനായി മാറുന്നു, അഥവാ ഒരു ബാധ്യതയായി മാറുന്നു. 9 months, 9 days, 9 hours, 9 minutes and 9 seconds. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നാഴികയും 9 വിനാഴികയും താണ്ടി ഗർഭം ധരിച്ച് മരണത്തോടടുത്ത വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച പൊന്നുമ്മയുടെ തിരുനെഞ്ചത്ത് കയറിയിരുന്ന് കഠാര കുത്തിയിറക്കിയിട്ട് ജയിലിലേക്ക് പോകുന്ന മക്കൾ സമൂഹത്തിന് ശാപമായി മാറുന്നു. മദ്യപിച്ചു മത്തടിച്ചു മലക്കം മറിഞ്ഞ് മതോന്മത്തരായി പട്ടാപാതിരാത്രിയുടെ കുറ്റാക്കൂരിരുട്ടിൽ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന പോസ്റ്റുകളോടും സർവേ കുറ്റികളോടും കഥ പറഞ്ഞ് ആടിയാടി സ്വന്തം വീടുകളിലേക്ക് കയറി വരുന്ന മക്കളെയോർത്ത് പൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ സമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കണം. പ്രസവിക്കപ്പെട്ട സമയം മുതൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു വളർത്തിക്കൊണ്ടുവന്നിട്ട് കേവലം 14ഉം 15ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ ഇതര സമുദായത്തിൽപ്പെട്ട യുവാക്കളുമായി നാട് വിട്ടോടിയിട്ട് പോലീസ് സ്റ്റേഷനുകളിലും കോടതി വരാന്തകളിലും വെച്ച് സ്വന്തം മാതാപിതാക്കളോട് ഉമ്മ വാപ്പ നിങ്ങളങ്ങ് പൊയ്ക്കോ, ഞാൻ എന്റെ അണ്ണന്റെ കൂടെ പോവുകയാ, ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞാട്ടിപ്പായിക്കുന്ന വൃത്തികെട്ട ജന്തുക്കളെ പ്രസവിച്ച് വളർത്തിപ്പോയതിന്റെ പേരിൽ കൈ
കൈകടിച്ചുകൊണ്ട് തലക്കിട്ടടിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മാന്യതയുള്ള സമൂഹത്തിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഓച്ചാനിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ ഓരോ മഹല്ലുകളിലും തുടർക്കഥകളായി കൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, വാട്ട് ആർ ദി റീസൺസ്? എന്താണ് ഇതിന്റെയൊക്കെ കാരണങ്ങളെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ കാരണങ്ങളെ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയായി ഈ ധന്യ സദസ്സ് മാറുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാല സംഭവ വികാസങ്ങളിലേക്ക് നാം കണ്ണോടിച്ചാൽ നാം കാണുന്ന രംഗങ്ങൾ ഓരോന്നും നമ്മെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? ഒരു ഭാഗത്ത് കാമുകനോടൊപ്പം നാട് വിട്ട പൊന്നോമന മകളെയോർത്ത് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെയാണ് നാം കാണുന്നതെങ്കിൽ, മറുഭാഗത്ത് വീടിന്റെ 7 അയലത്ത് പോലും കയറ്റാൻ പറ്റാത്ത ഏതോ വൃത്തികെട്ട പെൺകുട്ടികളുമായി ചുറ്റി നടക്കുന്ന തന്റെ പൊന്നോമന മകനെ ഓർത്ത് പൊട്ടിക്കരയുന്നതിനോടൊപ്പം ഇല്ല, ഇനിയില്ല, അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവനെ എന്റെ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് അലമുറയിടുന്ന മാതാപിതാക്കളെയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, 10,000 വിലയുള്ള ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകൾ മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും വഴിവിട്ട ബന്ധങ്ങൾ നടത്തുന്നതിനും ചാറ്റിംഗ് നടത്തുന്നതിനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനാ പിന്നെ കൈകടിക്കുന്നത്? കൈകടിച്ചിട്ട് കാര്യമുണ്ടോ രക്ഷിതാക്കളെ? ഒരുപക്ഷേ നിങ്ങൾക്കിവിടെ കൈകടിച്ച് രക്ഷപ്പെടാം, തലക്കിട്ടടിച്ച് രക്ഷപ്പെടാം, അവനെ എന്റെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിലെ മാന്യത തിരിച്ചു പിടിക്കാം. എന്നാൽ നാളെ റബ്ബുൽ അലീമായ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല രക്ഷിതാക്കളെ. നിങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാവും, ഒരുപാട് നോമ്പ് പിടിക്കുന്നുണ്ടാവും, ഒരുപാട് സകാത്ത് കൊടുക്കുന്നുണ്ടാവും, ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കുന്നവരാകില്ല. അതിന്റെയൊക്കെ കാരണത്താൽ നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പാസ് വാങ്ങാനായി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കുന്നു, അല്ലാഹ്, ഞാൻ നിസ്കരിക്കാത്തവനായി പോയി, ഞാൻ സകാത്ത് കൊടുക്കാത്തവനായി പോയി, ഞാൻ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തവനായി പോയി. എന്നാൽ അതിന്റെ കാരണക്കാരൻ ഞാനല്ല അല്ലാഹ്, ഈ നിൽക്കുന്ന എന്റെ ഉമ്മയും ഉപ്പയുമാണ് റബ്ബേ. ആയതിനാൽ നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയും മുമ്പ് ഈ നിൽക്കുന്ന എന്റെ മാതാപിതാക്കളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണം അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ മക്കൾ വന്ന് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു സന്ദർഭം വന്നു ചേരുമെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മറന്നു പോകരുത്. നിങ്ങൾ ആ സമയത്ത് എത്ര വേദനിക്കുന്നുണ്ടാവും. സ്വന്തം മക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ സ്വന്തം മാതാപിതാക്കളെ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥ എത്ര ഭയാനകമാണ്, എത്ര വേദനാജനകമാണ്, എത്ര ദയനീയമാണ്.
ഒരു അവസ്ഥ സംജാതമാകാതിരിക്കാൻ പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ,